ഹലോ, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ കാച്ചിൽ പറിക്കാൻ പോവുകയാണ്. അപ്പം കാച്ചിലൊക്കെ പണ്ട് നമ്മുടെ വീടുകളിൽ സുലഭമായിരുന്നു. ഇപ്പം വല്ലപ്പോഴും ഒക്കെയാണ് ഇത് കഴിക്കുന്നത്. ഇത് നമ്മുടെ കടുവാക്കയ്യൻ കാച്ചിലാണ്. കാച്ചിൽ വിളയാൻ ഏകദേശം ഒരു 10 മാസമൊക്കെ എടുക്കും. കാച്ചിൽ നമ്മൾ വിളയുമ്പോഴത്തേക്കും അതിൻ്റെ ആ വള്ളി അങ്ങ് ഉണങ്ങിപ്പോവും. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത്. പണ്ടൊക്കെ മിക്കവാറും കാച്ചിൽ, ചേന, ചേമ്പൊക്കെ ആയിരുന്നു പുഴുങ്ങി വൈകുന്നേരങ്ങളിലൊക്കെ കാപ്പിക്ക് കിട്ടുന്നത്. അപ്പോഴൊന്നും എനിക്കൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം ഇഷ്ടമാണ്, കാരണം വല്ലപ്പോഴും അല്ലേ കിട്ടുന്നത്. അമ്മച്ചിയാണ് നമ്മുടെ വീട്ടിൽ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ നടുന്നത്. ആളാണിതിപ്പം മാന്തി എടുക്കാൻ പോകുന്നത്. കൂടുതലും എല്ലാ വീടുകളിലും ഇങ്ങനെ വല്യമ്മമാരൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പുഴുങ്ങാൻ മാത്രമല്ല, നമ്മളിത് കറിയൊക്കെ വെക്കും. മണ്ണൊക്കെ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് പുറത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കറി വെക്കുന്നതും പുഴുങ്ങുന്നതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന കാച്ചിൽ ഒരു കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മണ്ണൊക്കെയും അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് ചെത്തി മാറ്റാം. അതിനു വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഇത് പീസായിട്ടൊന്ന് മുറിച്ച് മാറ്റി, എന്നിട്ടാണ് നമ്മൾ തൊലി മാറ്റുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ തൊലി നല്ല വൃത്തിയായി തൊലി നന്നായിട്ട് കളയാം. നമ്മളങ്ങനെ തൊലിയൊക്കെ കളയുവാണ്. തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി നമുക്ക് ഇതൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ആവശ്യത്തിന് വെള്ളത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ വേവിക്കാൻ വെക്കുന്ന ഭാഗം മിസ്സായിപ്പോയി. നമുക്ക് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കാച്ചിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. മറ്റൊരു പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി കാച്ചിൽ കഴിക്കാം. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ സെറ്റാക്കി കാച്ചിൽ അതിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിതിന് കൂട്ടാൻ കറിയായിട്ട് നമ്മൾ വറ്റൽമുളക് പൊട്ടിച്ചതാണ്. വറ്റൽമുളക് നന്നായിട്ട് കല്ലിലിട്ട് അരച്ചല്ല, ചതച്ച് പൊട്ടിച്ച് ചുമന്നുള്ളിയൊക്കെ വെച്ചാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.